ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണോ. അപ്പം ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങളും സന്തോഷങ്ങളും ദുരിതങ്ങളും എല്ലാം നിറഞ്ഞു തന്നെയാണ് അല്ലേ. എന്താ പറയുക, കയ്പും ചവർപ്പും മധുരവും എല്ലാം ഒത്തിണങ്ങിയത് തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് സുഖങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ സന്തോഷങ്ങൾ മാത്രമല്ല അല്ലേ. അപ്പം ജീവിതത്തിൽ സന്തോഷം നാം തന്നെ കണ്ടെത്തണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സന്തോഷം നാം തേടിപ്പിടിക്കണം. സന്തോഷത്തിൻ്റെ താക്കോല് നമ്മുടെ കയ്യിലാണ്. ഇതൊക്കെ നമ്മൾ പറയെങ്കിലും എപ്പോഴെങ്കിലൊക്കെ നമുക്കൊന്ന് പൊട്ടിപ്പോവില്ലേ നമ്മുടെ മനസ്സ്. മനുഷ്യനല്ലേ, നമുക്ക് ജീവനുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ഓർമ്മയുള്ളിടത്തോളം കാലം ചിലപ്പോൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരടി കിട്ടി അല്ലെങ്കിൽ ഒന്ന് പൊക്കി വരുമ്പോഴത്തേനും അടുത്ത അടി കിട്ടി, അങ്ങനെ ദുരിതങ്ങളും ഒരുപാട് അനുഭവിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒന്ന് പൊട്ടിക്കരയാം. ചിലപ്പോൾ അത് കാണുന്നവർക്ക് നിസ്സാരമായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനാണോ, ഈ ഒരു ചെറിയ കാര്യത്തിനാണോ നീ കരഞ്ഞത് എന്ന് നമ്മളോട് ചോദിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ നമുക്കേ അറിയുള്ളൂ അല്ലേ. അത് മറ്റൊരാളോട് പങ്കുവെച്ച് മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളത് മനസ്സിലാക്കാനോ കഴിയില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും ചിലപ്പോൾ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത് പോലെ ചിലവർക്ക് നമുക്ക് എപ്പോഴും ദുരിതങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സന്തോഷം എന്താണെന്നുള്ളത് അറിയാൻ പറ്റാതിരിക്കുക, എപ്പോഴും ടെൻഷൻ അല്ലെങ്കിൽ എപ്പോഴും വെപ്രാളായിട്ട് നമുക്ക് ഓടേണ്ടി വരിക, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങൾ ഒരാളുടെ കഴിഞ്ഞ ഒരാൾക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരിക, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാതിരിക്കുക അല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ അനുഭവങ്ങളിലൂടെ ആയിരിക്കില്ല, പക്ഷെ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലരെങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കറിയാം നമുക്ക് സന്തോഷം കണ്ടെത്തണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം എന്നുള്ളത് അറിയാം. പക്ഷെ ആ സന്തോഷം കണ്ടെത്തേണ്ട വഴി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാതെയല്ല, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവാതെയല്ല. ആ സന്തോഷം കണ്ടെത്താനുള്ള വഴിയിലേക്ക് യാത്ര ചെയ്യാൻ നമുക്കുള്ള ബുദ്ധിമുട്ടാണ് അല്ലേ. ആ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്? നമുക്ക് മനസാക്ഷി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ആ മനസ്സ് വിട്ട് നമുക്ക് മറ്റൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ട അത് വേണ്ട എന്ന് വെക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അല്ലേ. അപ്പം എന്തെങ്കിലും കണ്ട അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടി വരുമ്പോൾ അത് നെവർ മൈൻഡ് ആയിട്ട് വിടുക, അല്ലെങ്കിൽ അത് കണ്ട ഭാവം നടിക്കാതെ പോകുന്നവർക്ക് ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും വ്യാകുലതപ്പെടേണ്ടതില്ല. അവർക്ക് അവരുടേതായ ജീവിതം ജീവിക്കാം, അവരുടേതായ രീതിയിൽ ജീവിതം ആസ്വദിക്കാം, സന്തോഷം കണ്ടെത്താം, സന്തോഷമായിട്ടിരിക്കാം. അവർക്ക് ദുഃഖങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ആകുലതകളോ ഇല്ലാത്തത് കൊണ്ട് ജീവിതം എപ്പോഴും മനോഹരമായിരിക്കാം. അല്ലാത്ത രീതിയിലുള്ളവർക്കായിരിക്കാം എപ്പോഴും ബുദ്ധിമുട്ടുകൾ. പിന്നെ മാത്രമല്ല, നമുക്ക് സന്തോഷം എന്തപ്പോൾ പുറത്തേക്ക് പൊക്കൂടെ, അല്ലെങ്കിൽ ഒരു നേരം പുറത്തുനിന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചൂടെ, അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്ത് പൊക്കൂടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ പറയും ലേഡീസ് തനിയെ യാത്രകൾ ചെയ്യുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, അവരുടെ കൂട്ടത്തിൽ കൂടിക്കൂടെ ചോദിക്കാം. പക്ഷേ കൈകെട്ടും കാൽകെട്ടും ഇല്ലാത്തവർക്ക് മാത്രമാണ് ആ രീതിയിൽ പോകാനായിട്ട് പറ്റുള്ളൂ. കൈകെട്ടും കാലുകെട്ടും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇട്ടിട്ട് പോവും? അങ്ങനെ ഇട്ടിട്ട് പോവാൻ മനസ്സുള്ളവരുണ്ടായിരിക്കാം, പക്ഷെ എല്ലാവർക്കും അങ്ങനെ തോന്നിക്കൊള്ളണമെന്നില്ലല്ലോ. പിന്നെ മാത്രമല്ല, നമ്മൾ നമ്മുടേതായ ആരോഗ്യം പോലും ശ്രദ്ധിക്കില്ല, നമുക്കായിട്ട് നമ്മളൊരു സമയം പോലും ചിലവാക്കണില്ല. നമ്മുടെ സൗന്ദര്യം ആയിക്കോട്ടെ, നമ്മുടെ ആരോഗ്യം ആയിക്കോട്ടെ, ഒന്നും നമ്മൾ പരിപാലിക്കണില്ല. ഒരു ദിവസം 2 ദിവസമൊക്കെ നമ്മൾ ചിന്തിക്കും, ഞാൻ ഇന്നതുപോലെ ചെയ്യും, ഇന്നതുപോലെ തന്നെ ഞാൻ അങ്ങനെ ആക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ മുഖ സൗന്ദര്യം ഞാൻ സംരക്ഷിക്കും, എൻ്റെ മുടി ഞാൻ സംരക്ഷിക്കും, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ നമ്മൾ ഒരു ദിവസം നല്ല എന്താ പറയുക, നമ്മൾ പ്രതിജ്ഞയൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഞാൻ ജീവിക്കുമെന്ന് പറയും. പക്ഷേ ആ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു തന്നെ ഭാഗ്യം എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ചിലപ്പോൾ പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഓടിപ്പോകേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് പോകേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അപ്പുറത്തുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ എന്താ സമാധാനമുള്ളത്? ഒരു സമാധാനമില്ല. അങ്ങനെ ഒരുപാട് പേരെ നമുക്കറിയാം കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് നമ്മുടേത് കൊണ്ട് നമ്മൾ ഭർത്താവുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും എല്ലാം കണക്കായിരിക്കാം. കാരണം ഭർത്താവിന് ഭർത്താവിൻ്റെതായ കാര്യങ്ങൾ, മക്കൾക്ക് മക്കളുടേതായ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വയം ഒഴിഞ്ഞു വെച്ചേക്കാണ്. ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെയാണ് നമ്മൾ അല്ലേ. നമ്മളില്ലെങ്കിൽ ഒന്നുമില്ല, അയ്യോ അവരെന്താ ചെയ്യുക, അവർ നേരത്തെ ഭക്ഷണം കഴിക്കുമോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മളില്ലെങ്കിലും അവർ സുഖസുന്ദരമായിട്ട് ജീവിക്കും, ഇതിനേക്കാൾ നന്നായിട്ടും ചിലപ്പോൾ ജീവിച്ചു പോകും. നമുക്കൊരു നേരം വയ്യ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹായത്തിന് ഒരാളെ പോലും വെക്കാനായിട്ട് അവർക്ക് മനസ്സുകൊണ്ട് പോലും തോന്നില്ല. കാരണം നമുക്ക് വയ്ക്കുന്ന സമയത്ത് എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ചിന്തിക്കും. പക്ഷേ
നമ്മളില്ലാതെ ആയിക്കഴിഞ്ഞാൽ അവർ ജീവിക്കുമ്പോൾ അവർ ഒന്നല്ല ചിലപ്പോൾ 2 പേരെ വെക്കാൻ അവർക്ക് സാമ്പത്തികം അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വെക്കാനുള്ള ഓർമ്മക്കുറവും അവർക്ക് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഒന്നേ ചിന്തിക്കണ്ടുള്ളൂ, നമ്മൾ ജനിച്ചു വരുമ്പോഴും തനിയെയാണ്, നമ്മൾ ജീവിക്കുമ്പോഴും തനിയെ തന്നെ ജീവിക്കുക, മരിച്ചു പോകുമ്പോഴും നമ്മൾ തനിയാണ് പോകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആരും വരണില്ല, നമുക്ക് കൂട്ടായിട്ട് ആരും ഇല്ല. നമ്മളിപ്പോൾ ചിന്തിക്കും നമുക്ക് നല്ല ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ ബാക്കി നമ്മുടെ അമ്മ അച്ഛൻ ഇവരൊക്കെ നമുക്കുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ അവരുടേതായ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തനിയെ ദേഷ്യം വരും. നമ്മളോട് ദേഷ്യപ്പെടുന്നില്ലേ അവരുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ? അപ്പോൾ ആ ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ എന്താ, അപ്പോൾ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും നമ്മളതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണെന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല അന്വേഷിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചില്ല അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോ എന്നുള്ളത് ചോദിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ നേരെ തിരിച്ച് അവർക്ക് നേരത്തിന് എല്ലാം കിട്ടണം. നമ്മളത് ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അസുഖമായി കിടക്കുകയാണെങ്കിൽ പോലും നമ്മളടുത്ത് വന്ന് ദേഷ്യപ്പെടാനാണ് അവർ ശ്രമിക്കുള്ളൂ അല്ലേ. അല്ലാതെ നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടു തരുമോ? ചെയ്യില്ല. ചെയ്യുന്നവരുണ്ടായിരിക്കട്ടെ, ഞാൻ എല്ലാവരും ഒന്നിച്ച് പറയല്ല, അങ്ങനത്തെ സാഹചര്യങ്ങളോട് ജീവിക്കുന്നവരും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ഇങ്ങനെ കഷ്ടപ്പെടാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് നമ്മുടെ ഭർത്താവാണെങ്കിൽ പോലും ചോദിക്കും, നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും ചോദിക്കും, നമ്മുടെ മക്കളാണെങ്കിലും ചോദിക്കും. കാരണം അച്ഛനമ്മമാർ ചോദിക്കാൻ എന്താ അറിയോ, ഞങ്ങൾ പ്രായമായി അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോവും, ഞങ്ങളതിനെ ഇപ്പോൾ നോക്കണം എന്നോ അല്ലെങ്കിൽ നീ ഇപ്പം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നീ വന്ന് ചെയ്യണു, അതിപ്പം എൻ്റെ കുറ്റല്ലേ, ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ളതാണ് ചോദിക്കുക. നമ്മുടെ ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഇതുപോലെ തന്നെ ചോദിക്കും. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, നിങ്ങളില്ലെങ്കിലും ഞങ്ങൾ ജീവിക്കില്ലേ, അപ്പം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം വേസ്റ്റാക്കി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിച്ചത് കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞങ്ങളോട് പറയണ്ട എന്നുള്ളത് പറയും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൂ. നമ്മൾ ആർക്ക് വേണ്ടി മരിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തി നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ജീവിതം ആസ്വദിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഒന്നും എവിടെയും പോയിട്ടില്ലല്ലോ എന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുപോലെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്നും, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു സിനിമ കാണിച്ചു കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഒരു പർച്ചേസിങ്ങിന് പോകണമെന്നോ ചിന്തിക്കേണ്ടത് ഭർത്താവാണ്. വിവാഹം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും പോകാനോ കാര്യങ്ങൾക്കോ പറ്റുള്ളൂ അല്ലേ. ആ സമയത്ത് നമ്മൾ പോയില്ല വെച്ചാൽ കഴിഞ്ഞു. കാരണം പിന്നെ മക്കളായി, മക്കളുടെ വിദ്യാഭ്യാസമായി, മക്കളെ നോക്കലായി, അത് കഴിഞ്ഞ് മക്കളുടെ വിദ്യാഭ്യാസമായി, അത് കഴിഞ്ഞ് അവർക്ക് ജോലിയും കാര്യങ്ങളായി. പിന്നെ അതിനുശേഷം നമ്മൾ വിചാരിക്കും മക്കൾക്ക് ജോലിയും കാര്യങ്ങളായി അവരുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം, നമുക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും സ്വസ്ഥമായി നമ്മുടെ ജീവിതം ആസ്വദിക്കാം, അടിച്ചു പൊളിക്കാമെന്ന് ചിന്തിക്കും. പക്ഷെ ഭാരം കൂടി വരില്ലാണ്ട് ഒരിക്കലും കുറഞ്ഞു വരില്ല കേട്ടോ. അപ്പോൾ മക്കളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളായി, പിന്നെ ആ കുട്ടികളെ നോക്കലായി, മക്കൾക്ക് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേനും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒതുക്കി കൊടുക്കലായി, അങ്ങനെ നീണ്ടു പോവുകയാണ് നമ്മുടെ ജീവിതത്തിലെ ആസ്വാദനം ഇല്ലായ്മ, അല്ലെങ്കിൽ ജീവിതം ജീവിക്കാനുള്ള കഴിവില്ലാതെ പോകുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇന്ന് പലരും ഞാൻ കണ്ടിട്ടുണ്ട്, 1-2 പേര് എന്നോട് സംസാരിച്ച കൂട്ടത്തിൽ എൻ്റെ പ്രായമുള്ളവരാണ്. അവരുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് മകനെയും ഭാര്യയും വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിച്ച വ്യക്തികളുണ്ട്. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഒറ്റയ്ക്ക് പോട്ടെ, അങ്ങനെയാണ്. ശരിയാണ്, നമുക്ക് ജീവിക്കണമെങ്കിൽ അവരൊറ്റയ്ക്ക് പോട്ടെ, നമുക്ക് വയ്യാതെ ആവുന്ന സമയത്ത് അവർ നോക്കാൻ പറ്റുമെങ്കിൽ വന്ന് നോക്കട്ടെ, ശരി, സമ്മതിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആട്ടി അകറ്റാൻ പറ്റുമോ? പറ്റില്ല. ഇന്നിപ്പോൾ മക്കളുടെ വിവാഹം കഴിഞ്ഞ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ തന്നെയാണ് നല്ലത്, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ നമുക്ക് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിൽ നിന്ന് ആട്ടി അകറ്റേണ്ട ആവശ്യം ഇല്ല അല്ലേ. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ആരും ഓടിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ അവരുടേതായ കാര്യങ്ങൾ നോക്കി ജീവിക്കുക. നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലുമൊക്കെ ഇതുപോലെ പുറമേ ടൂറുകളോ കാര്യങ്ങളോ പോകുന്നുണ്ട്, ലേഡീസ് ഓൺലി ആയിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഫാമിലി ആയിട്ടൊക്കെ ആരെങ്കിലും പോകുന്നുണ്ട്, ആ കൂട്ടത്തിൽ കൂടെ കൂടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടിയിട്ട് നമുക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോവുക, നമ്മുടെ കാര്യങ്ങൾ നോക്കുക. അയ്യോ എൻ്റെ മകൻ ഉണ്ടല്ലോ, മകൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മകളുണ്ടല്ലോ, മകളുടെ ഭർത്താവ് ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ജീവിതം പാഴാക്കാതിരിക്കുക ശ്രമിക്കുക. പക്ഷേ അങ്ങനെ പറ്റുന്ന സാഹചര്യങ്ങളുള്ളവർക്ക് തന്നെയാണ് പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. അതും ശരിയാണ്, രണ്ടും ഞാൻ തന്നെ പറയണത് അല്ലേ. അപ്പോൾ ജീവിതം നമ്മൾ കണ്ടത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ ഓരോ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ജീവിത രീതികളും കണ്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റുന്നവർക്ക് മാത്രമാണ് അങ്ങനെ പറ്റുള്ളൂ. അതുപോലെ തന്നെ മക്കളെ ആട്ടി പുറത്താക്കുന്ന അമ്മമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പം അങ്ങനെ ആ ജീവിക്കണതിൽ സന്തോഷം ഞാൻ കാണുന്നില്ല. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിൽ അഡ്ജസ്റ്റ്മെൻ്റാണ് ജീവിതം. ഒരു ഭാര്യയും ഭർത്താവാണെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് അപ്പം നമ്മളും പലപ്പോഴും പലതും കണ്ടില്ല എന്നടിച്ചിട്ട് ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കണ്ണില്ല, കാതില്ല, വായില്ല എന്നുള്ള ജീവിത രീതിയിൽ നമ്മൾ ജീവിച്ച് പോവുക. പക്ഷെ നമ്മൾ മര്യാദ കൊടുക്കുമ്പോൾ മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങിക്കണം എന്ന് പറയും. നമ്മൾ മര്യാദ കൊടുക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് കയറിയിരുന്നിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തിരിച്ച് നമുക്ക് പറയാം, അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് അതുപോലെ പ്രവർത്തിക്കാം. അവരോട് എവിടെ വെച്ച് പോയി ജീവിക്കാനായിട്ട് പറയാം അല്ലേ? അങ്ങനെയൊക്കെ തന്നെയാണ് പറ്റുള്ളൂ. പിന്നെ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഓർമ്മശക്തി ഉള്ളപ്പോഴും നമ്മൾ ജീവിക്കാൻ, അതായത് ആരോഗ്യമുള്ള സമയത്തും മാത്രമാണ് നമുക്ക് ജീവിതം ആസ്വദിക്കാനായിട്ടും ജീവിതത്തിൽ നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടും കഴിയുള്ളൂ. നമുക്ക് ജീവിതത്തിൽ ആരോഗ്യമുള്ളപ്പോഴും നമുക്ക് ജീവിതം ആസ്വദിക്കാം. നമ്മുടെ ആരോഗ്യം മാത്രം പോരാ, നമുക്ക് നമ്മുടെ സാഹചര്യം കൂടിയും അതനുസരിച്ചിട്ടൊക്കെ തന്നെയാണ് നമുക്ക് ജീവിതം ആസ്വദിക്കാനും ജീവിക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഒരാൾ ജീവിതത്തിൽ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ജീവിതം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ തനിയെയാണ് നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത്. നമ്മളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരിക്കാം. നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഭർത്താവ്, മക്കൾ, അതുപോലെ അച്ഛൻ, അമ്മ, നമ്മുടെ സുഹൃത്തുക്കൾ, അയൽപ്പക്കക്കാർ എല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷെ പോകുമ്പോഴും നമ്മൾ തനിച്ച് തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ തനിച്ച് തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നാം തന്നെ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ടും അതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ടും അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൊണ്ട് നടക്കേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ പകച്ചു നിൽക്കാതെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന വേണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.